الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وقائدنا ومعلمنا وأسوتنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح للأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم على هذا النبي الكريم وعلى آله وصحابته أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് അവന്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന വിധത്തിൽ അവന്റെ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ സ്വാലിഹായ അമലുകൾ ചെയ്തുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ, തഖ്വയുള്ളവരായി കഴിയുവാൻ എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അതികഠിനമായ ശിക്ഷ നമുക്കാർക്കും ഇപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചാലും സഹിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് നേരിടേണ്ടി വരുന്നതിന് മുമ്പ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരുക്കങ്ങൾ നടത്തുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. അല്ലാത്തവർ അവർ എത്ര ബുദ്ധിമാന്മാരാണെങ്കിലും പരമവിഡ്ഢികളാണ്. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതിനെ കാണാൻ കഴിയുക എന്നുള്ളതാണ് ബുദ്ധി. ഭാവിയെ കാണാൻ കഴിയാതിരിക്കുകയും അങ്ങനെ വിഡ്ഢിത്തങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ഉൾപ്പെടാൻ സാധ്യമല്ല. പകരം നാളേക്ക് വേണ്ടി, മറ്റന്നാളേക്ക് വേണ്ടി, അതിന്റെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടി, സർവോപരി പരലോകത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാവിധ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തുക. അല്ലാഹു അവന്റെ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ എല്ലാവിധ ശിക്ഷകളിൽ നിന്നും നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ പരലോകത്തിലെ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂടെ ഇടം നൽകി നമ്മെ എല്ലാവരെയും അർഹമുർ റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാവുന്നതുപോലെ ചില മുസ്ലിം സഹോദരന്മാർ നമ്മുടെ നാട്ടിൽ പ്രമാദമായ പല സാമൂഹ്യ ദ്രോഹ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതായി ആരോപണങ്ങൾ ഉയർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്തായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
പല ആളുകളും പല വിധ്വംസക പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പല കാര്യങ്ങളിലും ഇടപെടുന്നതായി, അതിന് കാർമ്മികത്വം വഹിക്കുന്നതായി ഉത്തരവാദപ്പെട്ട ആളുകൾ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2-3 ദിവസങ്ങളായി മാധ്യമങ്ങളിൽ വീണ്ടും ചില മുസ്ലിം സഹോദരന്മാരുടെ പേര് വരികയും അവർ നമ്മുടെ നാട്ടിൽ ചില വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരിക്കുകയാണ്. ഇത് സംശയമില്ല, കുറച്ചു കാലമായി, പ്രത്യേകിച്ചും 2001 സെപ്റ്റംബർ 11 ശേഷം ലോകത്ത് പൊതുവെ ഒരു പ്രവണതയുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ഇതുപോലുള്ള ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മുഖത്ത് ചളിവാരി എറിയുക, അതിന്റെ പ്രചാരണത്തിന് തടയിടുക, അതൊരിക്കലും ലോകത്ത് നിലനിൽക്കാൻ പറ്റിയ ഒരു പ്രത്യയശാസ്ത്രമല്ല എന്ന് പ്രചരിപ്പിക്കുവാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ ദുഷ്പ്രവണതകൾ സത്യമായും ലോകത്ത്, നമ്മുടെ രാജ്യം ഉൾപ്പെടെ ഉള്ള ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ആട്ടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും എന്നിട്ട് അതിനെ തല്ലിക്കൊല്ലുകയും ചെയ്യുക എന്ന് സാധാരണ പറയാറുള്ളത് ഇസ്ലാമിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും കാര്യത്തിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും അടുത്ത കാലത്തായി വളരെ ശക്തമായ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുഷ്പ്രവണതയാണ്. അത് പലപ്പോഴും നമ്മൾ ഖുത്ബകളിൽ പരാമർശിച്ചിട്ടുള്ളതുമാണ്. ഇസ്ലാം ഒരിക്കലും ഇതുപോലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്ന, അതിന്റെ പ്രകൃതത്തിന് തന്നെ നിരക്കാത്ത ഒരു സംഗതിയാണിത്. അങ്ങനെ സാധിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം അല്ല ഇസ്ലാം എന്ന് പലപ്പോഴും നാം പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതല്ല, അതിന്റെ മറുവശമാണ്. യഥാർത്ഥത്തിൽ തന്നെ നമ്മുടെ സമുദായത്തിലെ ചില സഹോദരന്മാർ, അവർ നിഷ്കളങ്കരായേക്കും, അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും വേണ്ടത്ര ധാരണകളും വിവരവും ഇല്ലാത്തവരായിരിക്കും, അതല്ലെങ്കിൽ ബോധപൂർവമായിരിക്കും. എന്തുതന്നെയായാലും നമ്മുടെ ചില സഹോദരന്മാർക്ക് ഇതുപോലുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്, അല്ലെങ്കിൽ അവരിൽ ചിലർ ഏതെങ്കിലും വിധത്തിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ വഞ്ചിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവരുടെ വഞ്ചനകൾക്ക്, കുതന്ത്രങ്ങൾക്ക് ഇവർ നിന്നുകൊടുക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നത് മുഴുവൻ ശരിയല്ലെങ്കിലും പറയുന്നതിൽ ചിലപ്പോൾ ശരിയുടെ അംശങ്ങളുണ്ട് എന്ന് തോന്നുമാറുള്ള ചില പ്രവണതകൾ നമ്മുടെ സമുദായത്തിന്റെ അകത്തുള്ള ചില ആളുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നിഷേധിക്കാൻ സാധ്യമല്ല. അവരുടെ പേര് വലിച്ചെടുക്കപ്പെടുന്ന വിധത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ നമ്മുടെ സമുദായത്തിൽ ഉണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഒരു ബഹുസ്വര സമൂഹത്തിൽ പല മതങ്ങളും പല സമുദായങ്ങളും കൂടിക്കഴിയുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഇസ്ലാമിക ധാരണയില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന ചില ദുഷ്പ്രവണതകളാണ്, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് ഇത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ബഹുസ്വര സമൂഹത്തിൽ പല മതസ്ഥരും ഉൾപ്പെടുന്ന സമൂഹത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ്, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു കലയാണ്. ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിമിന് ജീവിക്കുവാൻ സാധിക്കും, തീർച്ചയായും സാധിക്കും. മറ്റുള്ളവരെ ഉൾക്കൊണ്ടും മറ്റുള്ളവർക്ക് കൊടുത്തും അവരിൽ നിന്ന് വാങ്ങിയും ആദാനപ്രദാനത്തിൻ്റെതായ ഒരു സംസ്കാരം വളർത്തിയെടുത്തുകൊണ്ട് ഒരു മുസ്ലിമിന് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണല്ലോ നമ്മുടേത് ഇസ്ലാം എന്ന് പറയുന്നത്. അതല്ലാതെ അത് ഒരിക്കലും ഇന്ന് പല ആളുകളും വിചാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പല ആളുകളും അവരവരെ പറ്റി വിചാരിക്കുന്നത് പോലെ ഒരു ഏകധ്രുവ ലോകത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ഏകാധിപത്യത്തെ സംബന്ധിച്ച്, ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ സർവാധിപത്യത്തെ പറ്റി, അത് മാത്രം പുലരുന്ന ഒരു ലോകത്തെപ്പറ്റി പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം അല്ല ഇസ്ലാം. പകരം അത് ബഹുത്വത്തെ, അല്ലെങ്കിൽ ബഹുസ്വരതയെ, അല്ലെങ്കിൽ വൈവിധ്യത്തെ അംഗീകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവൻ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയോ ഇസ്ലാം പറഞ്ഞിട്ടില്ലാത്ത മാർഗങ്ങളെ അവലംബിച്ചുകൊണ്ട് ഇസ്ലാമിനെ സേവനം ചെയ്യുവാൻ അവൻ മെനക്കെടുകയോ ചെയ്യേണ്ടതില്ല.
മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് മറ്റുള്ള സമൂഹങ്ങൾ ജീവിക്കുമ്പോൾ അതിനിടയിൽ ഒരു മുസ്ലിം ജീവിക്കുക, എങ്ങനെയാണ് അവന് ജീവിക്കാൻ സാധിക്കുക എന്ന് അവൻ പഠിക്കേണ്ടതുണ്ട്. കാരണം ഇത് ഒരാളുടെ പ്രശ്നമല്ല. ഇന്ന് ലോകത്തുള്ള മുസ്ലിങ്ങളിൽ ഒരു ഭാഗം 1/3 ജീവിക്കുന്നത് ന്യൂനപക്ഷമായിട്ടാണ്, ബഹുസ്വര സമൂഹങ്ങളിലാണ്. ഭൂരിപക്ഷ സമൂഹങ്ങളിലെ ന്യൂനപക്ഷമായിട്ടാണ് ലോകത്തുള്ള 1/3 മുസ്ലിം ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1200 മില്യൺ മുസ്ലിങ്ങളിൽ 400 മില്യൺ മുസ്ലിങ്ങളും ജീവിക്കുന്നത് നമ്മുടേതുപോലുള്ള ന്യൂനപക്ഷ രാഷ്ട്രങ്ങളിലാണ്. അവിടങ്ങളിലൊക്കെ അമുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. അപ്പൊ 1/3 എന്ന് പറഞ്ഞാൽ 1200-ൽ 400 മില്യനും ജീവിക്കുന്നത് മറ്റുള്ള സമൂഹങ്ങൾക്ക് ആധിപത്യവും ഭൂരിപക്ഷവുമുള്ള സമൂഹങ്ങളിലാണ്, രാജ്യങ്ങളിലാണ്. ഇത്രയധികം 1/3 ആളുകൾ ഇങ്ങനെ ഒരു ന്യൂനപക്ഷ സമൂഹങ്ങളിൽ ജീവിക്കുമ്പോൾ ആ ന്യൂനപക്ഷ സമൂഹത്തിന് എങ്ങനെയാണ് മറ്റുള്ള സമൂഹങ്ങളുമായിട്ട് ഒത്തുപോകാൻ കഴിയുക എന്നതിനെ പറ്റിയുള്ള കൃത്യമായ ധാരണകളില്ലെങ്കിൽ അത് ഏതെങ്കിലും വ്യക്തികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, അത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ 400 മില്യൺ മുസ്ലിങ്ങളിൽ 400 മില്യൺ ന്യൂനപക്ഷങ്ങളായി കഴിയുമ്പോൾ ഈ 400 മില്യൺ മുസ്ലിങ്ങളിൽ 150 മില്യൺ മുസ്ലിങ്ങളും ജീവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്താണ്. ബാക്കി 250 മില്യനെ പുറത്ത് ന്യൂനപക്ഷങ്ങളായിട്ട് കഴിയുന്നുള്ളൂ. അമേരിക്കയിലും യൂറോപ്പിലും മുസ്ലിങ്ങളുണ്ട്. പക്ഷെ അവിടങ്ങളിലുള്ള മുസ്ലിങ്ങളുടെ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ 6 മില്യൺ 60 ലക്ഷം അല്ലെങ്കിൽ 70 ലക്ഷം, ഏറിയാൽ 80 ലക്ഷം മുസ്ലിങ്ങളാണ്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ എണ്ണമാണത്. അത്രയേ മുസ്ലിങ്ങൾ അമേരിക്കയിലുള്ളൂ. യൂറോപ്പിൽ ഫ്രാൻസ്, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ 4, 5 മില്യൺ, 6 മില്യൺ, 7 മില്യൺ, ഏറിയാൽ 10 മില്യൺ മുസ്ലിങ്ങളാണുള്ളത്. അപ്പോ ബാക്കിയുള്ള മുസ്ലിങ്ങളിൽ ഏതാണ്ട് 400 മില്യൺ മുസ്ലിങ്ങൾ, 1200 മില്യൺ മുസ്ലിങ്ങളിൽ 400 മില്യൺ മുസ്ലിങ്ങൾ മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രങ്ങളിൽ ജീവിക്കുമ്പോൾ ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവേണ്ടതുണ്ട്, അവർ അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് മറ്റുള്ള സമൂഹങ്ങളോട് സഹവർത്തിക്കേണ്ടത്. അതവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് ബാധിക്കുക ലോകത്തുള്ള മൊത്തം ഇസ്ലാമിനെയാണ്. അത് പ്രതികൂലമായി ബാധിക്കുക ഇസ്ലാമിനെ പറ്റിയുള്ള മതിപ്പിനെയാണ്, മുസ്ലിം സമൂഹത്തിന്റെ തന്നെ നിലനിൽപ്പിനെയാണ്. അപ്പൊ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ബഹുസ്വര സമൂഹത്തെ സംബന്ധിച്ച്, ബഹുസ്വര സമൂഹത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ നിലപാടിനെ സംബന്ധിച്ച് ലോകത്തിലെ പ്രബലമായ മുസ്ലിം ന്യൂനപക്ഷം 400 മില്യണിൽ 150 മില്യനും കഴിയുന്ന ഇന്ത്യ രാജ്യത്തിലെ ഈ പ്രബലമായ മുസ്ലിം ന്യൂനപക്ഷം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് ലോകത്ത് തന്നെ ഇസ്ലാമിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. അതുകൊണ്ട് എന്താണ് ബഹുസ്വര സമൂഹത്തിൽ, മറ്റു മതങ്ങൾക്കും സമൂഹങ്ങൾക്കും ഭൂരിപക്ഷമുള്ള ഒരു സമൂഹത്തിൽ അവരുടെ കൂടെ കഴിയുമ്പോൾ മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ത്, അവരുടെ സാമൂഹ്യമായ സാവർത്തിത്വം എങ്ങനെയായിരിക്കണം, അതിന്റെ അടിസ്ഥാനങ്ങൾ എന്ത് എന്ന് മുസ്ലിങ്ങൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ഒരു ഏകധ്രുവ ലോകത്തെ സംബന്ധിച്ചുള്ള സങ്കല്പവുമായി കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രം അല്ല ഇസ്ലാം. പകരം ലോകം തന്നെ ബഹുസ്വരതയിൽ, ബഹുത്വത്തിൽ, വൈവിധ്യത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ടതാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. വലൗ ശാഅ റബ്ബുക്കും ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദ. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ സമൂഹങ്ങളെ മൊത്തം ഒരൊറ്റ ഉമ്മത്താക്കുമായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. വലാ യസാലൂന മുഖ്തലിഫീൻ. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരൊറ്റ സമുദായം, ഒരൊറ്റ മതത്തിന്റെ, ഒരൊറ്റ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്നത് അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. വലാ യസാലൂന മുഖ്തലിഫീൻ. ജനങ്ങൾ എന്നും വ്യത്യസ്തരായിരിക്കും. ലോകാവസാനം വരെ പല ജനങ്ങളും, പല മതവിഭാഗങ്ങളും, പല സമുദായങ്ങളും ഉള്ള ഒരു ലോകം, അങ്ങനെയാണ് ലോകത്തുള്ള ജനങ്ങൾ ഉണ്ടായിരിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. അതുകൊണ്ട് ഇതിനെയൊക്കെ അടിച്ചു വരത്തി എവിടെയെങ്കിലും ബോംബ് സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടോ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ കഥ കഴിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ അതിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. അള്ളാഹുവിന്റെ സുന്നത്തിന്റെ നടപടിക്രമത്തിന് വിരുദ്ധമാണത്. ഈ ലോകം എന്ന് പറയുന്നത് എല്ലാവരുടേതുമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളത്, നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്തുക എന്നത് ഇസ്ലാമിനെതിരെ പ്രയോഗിക്കാൻ പാടില്ല എന്ന് എത്ര ശക്തമായിട്ടാണോ നാം പറയുന്നത് എന്ന് പറഞ്ഞാൽ,
മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ലോകത്ത് നിന്ന്, ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും ലോകത്ത് നിന്ന് വിഭാടനം ചെയ്യാൻ ശ്രമിക്കുന്നത് തെറ്റാണ് എന്ന് അതിശക്തമായി നാം പറയുന്ന അതേ ശക്തിയിൽ തന്നെ നാം പറയേണ്ടി വരുന്നു, നമുക്ക് പറയേണ്ടതുണ്ട്. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് മറ്റു മതസ്ഥരെയും മറ്റു മതങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നതും അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് വിരുദ്ധമാണ്. അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളതാണ് ജനങ്ങൾക്ക് ഇസ്ലാമിനെ സ്വീകരിക്കുവാനും നിരാകരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. അള്ളാഹു നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ ആർക്കും അള്ളാഹു അവകാശം നൽകിയിട്ടില്ല. അള്ളാഹുവിന്റെ ഈ അവകാശത്തിൽ ആരും കൈകടത്തേണ്ടതില്ല. ഈ ലോകത്ത് കുറെ ജനങ്ങൾ ഹിന്ദുക്കളും കുറെ ജനങ്ങൾ ക്രിസ്ത്യാനികളും കുറെ ജനങ്ങൾ ജൂതന്മാരും ആയിരിക്കും. അതിനെ നിഷേധിക്കുവാൻ അള്ളാഹു മെനക്കെട്ടിട്ടില്ല. അവരുടെ സ്വാതന്ത്ര്യത്തിൽ അള്ളാഹു ഇടപെട്ടിട്ടില്ല. അവർക്ക് ഏത് വിശ്വാസവും സ്വീകരിക്കുവാൻ ഇഷ്ടമുണ്ട്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കാം അള്ളാഹുവിന്റെ വിശ്വാസത്തെ, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് സ്വീകരിക്കേണ്ടതില്ല എന്ന് അള്ളാഹു പറഞ്ഞിരിക്കെ എല്ലാവരെയും അടിച്ചു പരത്തി ഇത് സ്വീകരിപ്പിക്കുവാൻ മെനക്കെടേണ്ട ബാധ്യത ഒരു മുസ്ലിമിനെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ ഒരു ബലാത്കാരവും പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊരടിസ്ഥാനം. അപ്പൊ ലോകത്തിന്റെ ഘടന എന്ന് പറയുന്നത് ബഹുസ്വരതയുടെ ഘടനയാണ്, ബഹുത്വത്തിന്റെ ഘടനയാണ്, വൈവിധ്യത്തിന്റെ ഘടനയാണ്, വിവിധ ആദർശങ്ങളുടെ ലോകമാണ്, വിവിധ ജനങ്ങളുടെ വിവിധ മതവിഭാഗങ്ങളുടെ ലോകമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമത്തേത്, ഈ ലോകം എന്ന് പറയുന്നത് വൈവിധ്യത്തിന്റെ ലോകം, മറ്റുള്ളവരുടെ ലോകം കൂടി ആകുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു ലോകത്താണ് ഇസ്ലാം അതിന്റെ ഏറ്റവും വലിയ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ അയച്ചത് എന്തിനാണ്? ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. പ്രവാചകന്മാർക്ക് ശേഷം അവസാന പ്രവാചകനായി മുഹമ്മദ് നബി അയച്ചത് എന്തിനാണ്? ഇതേ കർമ്മത്തിന് വേണ്ടിയിട്ട്. ഈ പ്രവാചകന് ശേഷം മുസ്ലിം ഉമ്മത്ത് നിർവഹിക്കേണ്ടതാണ് ഈ ദൗത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, പ്രബോധന ദൗത്യം നിർവഹിക്കുക എന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എല്ലാ കാലത്തും ഇസ്ലാമിന്റെ ദഅവത്ത് എത്തപ്പെടേണ്ടതായിട്ട് ഉണ്ടാകും. ഇസ്ലാമിന്റെ ദഅവത്ത് എത്തിയിട്ടില്ലാത്ത ഒരു ജനത ലോകത്ത് എല്ലാ കാലത്തും ഉണ്ടാകും. അതുകൊണ്ടാണ് ലോകത്ത് മുസ്ലിങ്ങളുടെ ബാധ്യതയായിട്ട് അല്ലാഹു ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. അന്ത്യനാൾ വരെ, ലോകാവസാനം വരെ എല്ലാ മുസ്ലിങ്ങളുടെയും നിർബന്ധമായ ബാധ്യതയാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ സന്ദേശം, ഈ സത്യം ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളത്. അതെത്തിക്കാൻ ഒരു ജനത ലോകത്ത് ഉണ്ടാകുമെന്ന് അള്ളാഹുവിന് അറിയാം. അതുണ്ടാകരുത് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ജനത ലോകത്ത് ഉണ്ടാകുമ്പോഴാണ് നാം നമ്മുടെ ദൗത്യം നിർവഹിക്കുന്നത്. അങ്ങനെ ഒരു ലോകത്ത് ഒരു ജനത ഉണ്ടാകുകയും ആ ജനങ്ങൾക്ക് നാം നമ്മുടെ ദൗത്യം എത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നാം നമ്മുടെ ബാധ്യത നിർവഹിക്കുന്നത്. ഈ ബാധ്യത നിർവഹിക്കേണ്ടത് ഇമാം മുഹമ്മദ് അബ്ദു അഭിപ്രായപ്പെട്ടിട്ടുള്ളതുപോലെ ഓരോ മുസ്ലിമിനും ഫർള് ഐനാണ്, അവന്റെ വ്യക്തിപരമായ ബാധ്യതയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനോ എനിക്ക് വേണ്ടി നിങ്ങളോ ചെയ്താൽ അത് വീടുകയില്ല. എല്ലാവരും നിർബന്ധമായിട്ടും ഇസ്ലാമിനെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് അത് എത്തിയിട്ടില്ലാത്ത ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഖുർആനിലെ ആയത്തുകളും അതുപോലെ തന്നെ പ്രവാചകന്റെ വചനങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ടും ഇമാം മുഹമ്മദ് അബ്ദുവിനെ പോലുള്ള ആളുകൾ, പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളൊരു ഉമ്മത്താണ്. യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഉമ്മത്താണ്. യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്ന ഉമ്മത്താണ്. തിന്മ വിരോധിക്കുന്ന ഉമ്മത്താണ് എന്ന് ഈ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധ ഖുർആനിൽ. അപ്പൊ ഇത് അവരുടെ ഒരു ജോലിയാണ്. ഈ ജോലി നിർവഹിക്കുവാൻ ഈ ലോകത്ത് ഒരു സമൂഹം, ഒരു മറുവിഭാഗം ഉണ്ടാകേണ്ടതുണ്ട്. അവരെ ഇതിലേക്ക് നാം ക്ഷണിക്കേണ്ടതുണ്ട്. ക്ഷണിക്കുക വഴി നാം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് നിർവഹിക്കുന്നത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിച്ചവനേക്കാൾ നല്ല വർത്തമാനം പറയുന്നവൻ ആരുണ്ട് ലോകത്ത് എന്നാണ് ഖുർആൻ ചോദിച്ചത്. ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ അനുഗ്രഹമായ നാവ് എന്ന ഉപകരണം കൊണ്ട് ലോകത്ത് നിർവഹിക്കുവാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്താണ്? അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. നന്മയിലേക്ക് ക്ഷണിക്കുക, അള്ളാഹു പറഞ്ഞു തന്ന നന്മയിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിന്റെ നന്മയിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക.
ഈ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്ന ഈ കാര്യം നാവുകൊണ്ട് ചെയ്ത ഒരാൾ, അതിനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ഒരാൾ വേറെ ആരാണ് ലോകത്തുള്ളത് എന്നാണ് ഖുർആൻ ചോദിച്ചിട്ടുള്ളത്. ലൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ, നിന്റെ കൈകൊണ്ട്, നിന്റെ നാവ് കൊണ്ട്, നിന്റെ പ്രവർത്തനം കൊണ്ട് ലോകത്ത് ഒരു മനുഷ്യന് ഹിദായത്ത് ലഭിക്കുന്നത്, സന്മാർഗം ലഭിക്കുന്നത്, ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ലോകത്തുള്ള മുഴുവനും നിനക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. മിൻ ഹുമരിൻ നഅം, മേത്തരം ഒട്ടകത്തേക്കാൾ നിനക്ക് നല്ലത് അതാണ് എന്ന് മറ്റൊരു ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ലോകത്തുള്ളത് മുഴുവനും അതിനേക്കാൾ വലുതൊന്ന് നിനക്ക് കിട്ടാനില്ല, അത്രയും വലിയ പ്രതിഫലമാണ് നിന്റെ കൈകൊണ്ട്, നിന്റെ നാവ് കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് ലഭിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വിശുദ്ധമായ പ്രവർത്തനം, ആ പ്രവർത്തനത്തിന് നമ്മുടെ മറുഭാഗത്ത് ഒരു കക്ഷി ഉണ്ടാകേണ്ടതുണ്ട്, ഒരു മറുകക്ഷി ഉണ്ടാകേണ്ടതുണ്ട്. ഈ മറുകക്ഷി കാലാകാലവും ഉണ്ടാകും എന്നതാണ് അള്ളാഹുവിന്റെ സുന്നത്ത് നടപടിക്രമം. അതുണ്ടാകരുത് എന്ന് നാം വിചാരിച്ചിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുവാൻ ഒരാൾക്ക് അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. അവന് വേണ്ടിയിട്ട് പണിയെടുക്കാം, അവന്റെ ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാം. അങ്ങനെയൊക്കെയാണെങ്കിലും മറുവിഭാഗം ഇവിടെ ഉണ്ടാകും എന്നുള്ള ഒരു സത്യത്തെ ഉൾക്കൊള്ളുകയാണ് അവൻ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ കൂടെ കഴിയുക. ഇത് പല ആളുകളും പറയാറുണ്ട്, മറ്റുള്ള സമൂഹങ്ങളുടെ കൂടെ കഴിയാൻ സാധിക്കാത്ത ഒരാളാണ് മുസ്ലിം. ചില ആളുകൾ പറഞ്ഞല്ലോ, വളരെ കുപ്രസിദ്ധമായ വാചകം, മുസ്ലിങ്ങൾ എല്ലാവരും ഭീകരവാദികളല്ല, പക്ഷേ എല്ലാ ഭീകരവാദികളും മുസ്ലിങ്ങളാണ് എന്ന് പറയുകയുണ്ടായി. എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ പിടിക്കപ്പെടുന്ന മുഴുവൻ ഭീകരവാദികളും മുസ്ലിങ്ങളാണ്. ഇതെന്തുകൊണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് മതസ്ഥരുടെ കൂടെ കഴിയുവാൻ, സാവസിക്കുവാൻ അവർക്ക് സാധ്യമല്ല. അവർക്ക് അവരുടേതല്ലാത്ത ഒന്നിനെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അവർക്ക് അന്യമതസ്ഥരുമായി സാവർത്തിത്വം സാധ്യമല്ല. മഹാവിഡ്ഢിത്തമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു വിവരവുമില്ലാത്തവരാണ് ഇതുപോലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ ആരംഭിക്കുന്നത് തന്നെ ജീവിതം ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. ആ ബഹുസ്വരതയെ ഒരിക്കലും പ്രവാചകൻ അസഹിഷ്ണുതയോടുകൂടി കണ്ടിട്ടില്ല. പകരം ആ ബഹുസ്വര സമൂഹത്തിൽ ലയിച്ചു ചേരുകയാണ് പ്രവാചകൻ ചെയ്യുന്നത്. ശരിയാണ്, പ്രവാചകന്റെ ആദർശത്തിന് വേണ്ടിയിട്ട് ശക്തമായ പോരാട്ടം നടത്തുന്നുണ്ട്, ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശക്തമായ ആശയപ്രചാരണം പ്രവാചകൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും പ്രവാചകന്റേതാണ് സത്യമെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ആ സത്യത്തെ ഉൾക്കൊള്ളാത്തവരുമായി പ്രവാചകൻ ഒരിക്കലും ഉൾച്ചേരാതിരിക്കുന്നില്ല. ആ സമൂഹത്തിൽ ഉൾച്ചേരുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. പ്രവാചകൻ അവരുമായി ഇടപഴകുന്നുണ്ട്, അവരുടെ കൂടെ കഴിയുന്നുണ്ട് പ്രവാചകൻ, അവരുമായി ഇടപാടുകൾ നടത്തുന്നുണ്ട് പ്രവാചകൻ. എല്ലാ അന്യ മതവിഭാഗങ്ങളുമായിട്ട് പ്രവാചകന് നല്ല ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ പലായനം നടത്തുമ്പോൾ തന്റെ കൈവശമുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ അമാനത്ത്, അവർ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന സംഗതികൾ അവർക്ക് തിരിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പോകുന്നത്. അവരുമായി പ്രവാചകന്റെ ഇടപാടുകളുണ്ട്. പ്രവാചകൻ അവരുടെ സാധനങ്ങൾ വാങ്ങിവെക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമൂഹത്തിനെതിരിൽ തന്നെ അതേ അവസരം പ്രവാചകൻ ആശയപ്രചാരണം നടത്തുന്നുണ്ട്. ഇത് രണ്ടും ഒരു മുസ്ലിമിന് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രവാചകൻ തെളിയിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പലായനം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ തടഞ്ഞുവെക്കുന്നത് മുശ്രിക്കാണ്. താങ്കളെപ്പോലുള്ള ആളുകൾ ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാനും പുറത്തു പോകാനും പാടില്ല, താങ്കൾക്ക് ഞാൻ അഭയം നൽകും എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സമൂഹത്തിൽ ഇബ്നു ദുഗ്നമാർ ഉണ്ടായിരുന്നു, മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. പ്രവാചകനെയും സഹാബത്തിനെയും പിന്തുണക്കുന്ന മുശ്രിക്കുകൾ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അതുണ്ടായത്? പ്രവാചകന്റെയും സഹാബത്തിന്റെയും അമുസ്ലിങ്ങളോടുള്ള മറ്റു മതസ്ഥരോടുള്ള മാന്യമായ പെരുമാറ്റത്തിലൂടെയായിരുന്നു. പ്രവാചകൻ ഒരിക്കലും മറ്റുള്ള സമൂഹങ്ങളുമായി ഇടപഴകുന്നതിൽ നിന്ന് പ്രവാചകൻ മാറി നിന്നില്ല, അവരിൽ ഉൾച്ചേർന്നു. അതേ അവസരം തന്നെ ആശയപരമായ വ്യതിരിക്തതയും വ്യക്തിത്വവും പ്രവാചകനും സഹാബത്തും കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് കഴിയേണ്ടത്. അവന്റെ ആശയത്തിൽ ഒരേ അണുപോലും വിട്ടുവീഴ്ച സാധ്യമല്ല. ആശയത്തിൽ അവൻ ഉറച്ചു നിൽക്കുന്നു. അതേവസരത്തിൽ സാമൂഹ്യ ബന്ധങ്ങളിൽ ഈ വിട്ടുവീഴ്ചയോടുകൂടി അവന് പെരുമാറാൻ കഴിയുന്നു. അവന്റെ വ്യക്തിത്വത്തെ സമൂഹത്തിന് അടിയറ വെക്കുവാൻ അവൻ തയ്യാറല്ല. ആ വ്യക്തിത്വം, അവന്റെ സ്വതന്ത്രമായ വ്യക്തിത്വം അവൻ കാത്തു സൂക്ഷിക്കുന്നു, അതിന്റെ എല്ലാ സവിശേഷതകളോടും കൂടി.
അതേ അവസരത്തിൽ മാനുഷികമായ ബന്ധങ്ങളിൽ അവൻ സമൂഹത്തിൽ ഉൾച്ചേരുകയും ലയിച്ചു ചേരുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരേ അവസരം ഒരു മുസ്ലിമിന് ഇരട്ട സമീപനങ്ങളെ സ്വീകരിക്കുവാൻ സാധിക്കുമെന്ന് പ്രവാചകനും സഹാബത്തും തെളിയിച്ചിട്ടുണ്ട്. ശിർക്കിനോട് യുദ്ധം ചെയ്യുമ്പോൾ തന്നെ സഹാബികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്യോപ്യയിലേക്ക് പലായനത്തിന് അയച്ചു. ഒന്നാമത് മുസ്ലിങ്ങൾ ഹിജ്റ പോയത് നജ്ജാശിയുടെ രാജ്യത്തേക്കാണ്. അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. പക്ഷെ ആ രാജാവിനെ പറ്റി പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോവുക, അവിടെ ഒരു നല്ല രാജാവുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരിക്കലും ഒരാളും അനീതി ചെയ്യപ്പെടുകയില്ല, ആക്രമിക്കപ്പെടുകയില്ല, നീതിമാനായ ഒരു രാജാവിന്റെ നാടാണത്, നിങ്ങൾ അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞ് പ്രവാചകൻ അങ്ങോട്ടയച്ചു. അതൊരു അമുസ്ലിം രാജ്യമായിരുന്നു. അവിടെ ചെന്നിട്ട് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോവുകയും മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാവുകയും ചെയ്തിട്ട് പോലും നേരത്തെ നജ്ജാശിയുടെ രാജ്യത്തേക്ക് അയച്ചിരുന്ന മുസ്ലിങ്ങൾ അവിടെ തന്നെ കഴിയുകയും ഹിജ്റ 7-ാം വർഷം വരെ അവർ അവിടെ തന്നെ തുടരുകയും ചെയ്തു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. നജ്ജാശി ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ ഇസ്ലാം അദ്ദേഹം രഹസ്യമായിട്ടായിരുന്നു ഇസ്ലാം സ്വീകരിച്ചത്. അദ്ദേഹത്തിന് ഒരിക്കലും ഇസ്ലാമികമായ നിയമം ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഒരു ഭരണം നടത്താൻ സാധിക്കുമായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു ഭരണത്തിലേക്ക് പ്രവേശിച്ചാൽ അതോടുകൂടി ജനങ്ങൾ അദ്ദേഹത്തെ അട്ടിമറിക്കുകയും അദ്ദേഹം അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനാവുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇസ്ലാം രഹസ്യമാക്കി വെച്ചു. അവിടെ നിലവിലുണ്ടായിരുന്ന ഭരണക്രമം തന്നെ അദ്ദേഹം തുടർന്നു. പക്ഷേ അത് നീതിയുടെയും ധർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണക്രമമായിരുന്നു. പ്രവാചകൻ അതിനെ ഉൾക്കൊണ്ടു. അദ്ദേഹത്തിന് അതേ സാധ്യമാവുകയുള്ളൂ എന്ന അർത്ഥത്തിൽ ഹിജ്റ 7-ാം വർഷം വരെ ഇങ്ങനെ മറുഭാഗത്ത് മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായിരിക്കെ തന്നെ ഹിജ്റ 7-ാം വർഷം വരെ പ്രവാചകൻ പലായനത്തിനയച്ച സഹാബത്തിനെ അവിടെ തുടരുവാൻ ആവശ്യപ്പെടുകയാണ്, അനുവദിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അവിടെയും പ്രവാചകൻ അന്യമതസ്ഥരെ ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ശരിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കി. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ബാക്കിയുള്ളവരെ മുഴുവനും അടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഒരു രാഷ്ട്രം എന്ന് പ്രഖ്യാപിക്കുകയല്ല റസൂൽ ചെയ്തത്. പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള അന്യമതസ്ഥരെ മുഴുവനും കൂടെ കൂട്ടി. അതാണ് സഹീഫ അല്ലെങ്കിൽ വസീഖ എന്നൊക്കെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന മദീന ഭരണഘടന. 14 നൂറ്റാണ്ട് മുമ്പ് ഇസ്ലാം എങ്ങനെയാണ് മറ്റു മതങ്ങളുമായി മറ്റു മതസ്ഥരുമായി സാവർത്തിക്കുന്നത് എന്നതിന്റെ മികച്ച ദൃഷ്ടാന്തമായി അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് പ്രവാചകൻ പറഞ്ഞു, ഈ ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകൾ ഒരു ഉമ്മത്താണ്, അവരുടെ മുഹാജിറുകളും അൻസാറുകളും ഒരു ഉമ്മത്താണ്. അവരുമായിട്ട് മദീനയിലെ ജൂതന്മാരുമായും മുശ്രിക്കുകളുമായി ആയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറിൽ ഏർപ്പെടുകയാണ്. ഇതൊരു ഉമ്മത്താണ്. ഈ ഉമ്മത്തിന്റെ കൂടെ തന്നെ ഈ മദീനയിലുള്ള മുഴുവൻ ജൂതന്മാരും ഒരു ഉമ്മത്താണ്. ഇത് കൂടിച്ചേർന്ന ഒരു സമൂഹമാണ്. ഓരോ മുശ്രിക്കുകളുടെയും ഗോത്രങ്ങൾ ഇതിനോട് കൂടിച്ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. അങ്ങനെ മദീനയിൽ ചെന്ന് ഏകപക്ഷീയമായി ഒരു ഇസ്ലാമിക രാഷ്ട്രം പ്രഖ്യാപിക്കുന്നതിന് പകരം അവിടെയുള്ള ജൂതന്മാരെയും മുശ്രിക്കുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണഘടന തയ്യാറാക്കുകയും എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും, ഈ ഭരണ സംവിധാനത്തിൽ ഒരു ജൂതനും ഒരു മുശ്രിക്കും ആക്രമിക്കപ്പെടുകയോ അനീതി കാണിക്കപ്പെടുകയോ ചെയ്യുകയില്ല, ഈ ഭരണ സംവിധാനത്തിൽ മദീനയെ 3 കൂട്ടരും ഒന്നായി കൂട്ടായി സംരക്ഷിക്കും, ജൂതന്മാരിൽ ആരെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ മുസ്ലിങ്ങൾ സംരക്ഷിക്കും, മുസ്ലിങ്ങളിൽ ആരെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ ജൂതന്മാർ സംരക്ഷിക്കും. അങ്ങനെയുള്ള ഒരു സംവിധാനം, ഒരു കരാറിൽ ഏർപ്പെട്ടുകൊണ്ടാണ് റസൂൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്നത്. പല ആളുകളും വിചാരിക്കുന്നത് പോലെ അത് ഒരു ഏകപക്ഷീയമായ ഇസ്ലാമിക രാഷ്ട്രം ആയിരുന്നില്ല എന്നല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇസ്ലാമിക രാഷ്ട്രം പ്രഖ്യാപിക്കുമ്പോൾ മദീനയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളായിരുന്നു എന്നുള്ളതാണ്. മദീനയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളായിരുന്നു. അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നാം. നമുക്ക് അംഗസംഖ്യ വലിയ കാര്യമാണല്ലോ. അംഗസംഖ്യ യഥാർത്ഥത്തിൽ ഒന്നുമല്ല. ഇസ്ലാം അതിന്റെ രാഷ്ട്രമുണ്ടാക്കിയത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമ്പോഴാണ്. അവർക്കതിനുള്ള കഴിവുണ്ടായിരുന്നു. എങ്ങനെയാണ് മറ്റുള്ളവരെ സ്വാധീനിക്കേണ്ടത് എന്ന് പ്രവാചകനും സഹാബത്തിനും അറിയാമായിരുന്നു. എങ്ങനെയാണ് മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ടത് എന്നവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ സാധിച്ചു. 2000 ചില്ലാനം മുസ്ലിങ്ങൾ മാത്രമായിരുന്നു ഹിജ്റ ചെയ്ത് എത്തിയപ്പോൾ മദീനയിൽ നിന്ന് മക്കയിൽ നിന്നെത്തിയ മുഹാജിറുകളും
മദീനയിലുള്ള അൻസാറുകളും ഉൾപ്പെടെ 2000-ൽ ചില്ലാനും മുസ്ലിങ്ങളായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നത്. അതേവസരത്തിൽ ജൂതന്മാരും മറ്റു മതസ്ഥരും മുശ്രിക്കുകളും ഉൾപ്പെടെ 10,000-ഓളം ആളുകൾ അതേ മദീനയിലുണ്ടായിരുന്നു. ഈ ബാക്കിയുള്ള 10,000-ത്തെ 2000-ൽ ചില്ലാനും വരുന്ന മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുകയും അവരുമായ ഒരു കരാറിൽ ഏർപ്പെടുകയും ആ രാഷ്ട്രത്തിന്റെ അധിപനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറുകയും ചെയ്തു. ന്യൂനപക്ഷം അവരുടെ പെരുമാറ്റം കൊണ്ട്, അവരുടെ സംസ്കാരം കൊണ്ട്, അവരുടെ സ്വഭാവം കൊണ്ട്, അവരുടെ ബുദ്ധിശക്തി കൊണ്ട്, അവരുടെ പ്ലാനിംഗ് ആസൂത്രണം കൊണ്ട്, അവരുടെ സ്ട്രാറ്റജി കൊണ്ട്, അവരുടെ തന്ത്രങ്ങൾ കൊണ്ട്, സാമർത്ഥ്യം കൊണ്ട് മറ്റുള്ള സമൂഹത്തെ സ്വാധീനിക്കുകയും അവരെ കൂടി ഉൾപ്പെടുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു എന്നാണ് മദീന ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതാണ് സഹോദരന്മാരെ മുസ്ലിം ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അത് മറ്റുള്ളവരെ ഉൾക്കൊള്ളുകയും മറ്റുള്ളവരുടെ മേൽ അത് സ്വാധീനം ചെലുത്തുകയും ചെയ്യും. മറ്റുള്ളവരെ ഒരിക്കലും അത് തേച്ച് മാച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല. മറ്റുള്ളവരെ അത് ഉൾക്കൊള്ളുകയും മറ്റുള്ളവരുടെ മേൽ അത് സ്വാധീനം ചെലുത്തുകയുമാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് മറ്റുള്ളവരുടെ പിന്നാലെ അത് നടക്കുന്നില്ല. അത് മുന്നിൽ തന്നെ നടക്കാൻ ശ്രമിക്കുകയാണ്. മറ്റുള്ളവരുടെ കൂടി പിന്നാലെ കൂട്ടിക്കൊണ്ട് അത് നടക്കാൻ ശ്രമിക്കുകയാണ്. അതിനൊക്കെയുള്ള കഴിവ് വേണം. അത് എവിടെയെങ്കിലും ബോംബ് സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ടോ 4 ആളുകളെ വധിച്ചുകൊണ്ടോ ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല. അത് ഹിക്മത്തിലൂടെ, മൗഇള ഹസന, സതുപദേശത്തിലൂടെ, ബുദ്ധിപൂർവകമായി, തന്ത്രപൂർവം, സാമർത്ഥ്യത്തോടുകൂടി മുസ്ലിം ന്യൂനപക്ഷത്തിന് സാധിക്കേണ്ട പ്രവർത്തനങ്ങളാണ് അതൊക്കെ. അപ്പോ മറ്റുള്ള സമൂഹങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുവാൻ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സാധ്യമല്ല എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു വിവരവുമില്ലാത്തവരാണ്. ഇസ്ലാമിക ചരിത്രത്തെപ്പറ്റി, മദീന ഭരണഘടനയെപ്പറ്റി ഒരു ധാരണയുമില്ലാത്തവരാണ് എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. അപ്പോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് മറ്റുള്ളവരുടെ കൂടെ കഴിയുവാൻ സാധ്യമാണ് എന്നുള്ളതൊരു സത്യമാണ്. ബന്ധങ്ങളിൽ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ ഓതിയ ആയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് മറ്റു മതസ്ഥരുമായിട്ടുള്ള ബന്ധത്തിന്റെ മാനദണ്ഡം, അടിസ്ഥാനം? ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. അല്ലാഹു ഒരിക്കലും നിങ്ങളെ വിലക്കിയിട്ടില്ല. നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്ത ആളുകൾ ദീനിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയിട്ടില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് യുദ്ധാവസ്ഥയിലായിട്ടുള്ള മുശ്രിക്കുകൾ അല്ലാത്ത ബാക്കിയുള്ള മുശ്രിക്കുകൾ, ബാക്കിയുള്ള അന്യമതസ്ഥർ, അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവർക്ക് പുണ്യം ചെയ്യുന്നതിനെ അള്ളാഹു ഒരിക്കലും വിലക്കിയിട്ടില്ല. അവരോട് മാന്യമായി നീതിപൂർവ്വം പെരുമാറുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും വിലക്കിയിട്ടില്ല. നമ്മുടെ ഒക്കെ രാജ്യത്ത് ജീവിക്കുന്ന അന്യമതസ്ഥരെ പറ്റി നമുക്കറിയാമല്ലോ. അവരിൽ 95% ആളുകളും ഈ ഗണത്തിൽപ്പെട്ടവരാണ്. അവരൊരിക്കലും മുസ്ലിം ന്യൂനപക്ഷത്തോട് ശത്രുത പുലർത്തുന്നവരോ അവരെ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കണമെന്ന് വാദിക്കുന്നവരോ അവരോട് യുദ്ധം ചെയ്യുന്നവരോ അല്ല. പകരം മുസ്ലിങ്ങളോട് സഹിഷ്ണുതാപൂർവ്വം പെരുമാറാൻ പഠിച്ചിട്ടുള്ളവരും അതാഗ്രഹിക്കുന്നവരുമാണ്. അവർ പലപ്പോഴും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങളിൽ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുന്ന ആളുകളാണ്. അവർ പലപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ന്യൂനപക്ഷത്തിന്റെ അക്രമങ്ങളിൽ പ്രതിഷേധിക്കുന്നവരും കോടതി കയറുന്നവരുമാണ്. എന്നിരിക്കെ ഇതുപോലുള്ള അമുസ്ലിം ഭൂരിപക്ഷ സമൂഹത്തോട് മുസ്ലിം ന്യൂനപക്ഷം മാന്യമായിട്ട് പെരുമാറുന്നതിനെ പരിശുദ്ധ ഖുർആൻ ഒരിക്കലും വിലക്കിയിട്ടില്ല. അവരോട്, അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ നീതിയോടുകൂടിയും അവർക്ക് പുണ്യങ്ങൾ ചെയ്തുകൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും അവരോട് സഹവർത്തിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആൻ അതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന സിദ്ധാന്തം നീതി എന്നുള്ളതാണ്. എല്ലാവരോടും നീതി, ഏത് വിഷയത്തിലും നീതി എന്നുള്ളതാണ്. ഇങ്ങോട്ട് അനീതി ചെയ്താൽ പോലും നീതി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശരിയാണ്, ചില ആളുകളോട് ശത്രുതയുണ്ടായിരിക്കും. പക്ഷെ അതുകൊണ്ടാണ് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞത്, നിങ്ങൾക്ക് ആരോടെങ്കിലുമുള്ള ശത്രുത, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ട് എന്ന് വിചാരിച്ച് അവരോട് അനീതി ചെയ്യാൻ പാടില്ല. ഇത് വ്യക്തിപരമായും ഒരു സമൂഹം എന്ന നിലക്കും ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് ബാധകമായ ഒരു കാര്യമാണ്. നമുക്ക് പല ആളുകളോടും വിയോജിപ്പുണ്ട്, അയാൾ നമ്മളോട് പലതും ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് നീതി അയാളുടെ കാര്യത്തിൽ നിഷേധിക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഇന്ന് ലോകത്ത് പല ആളുകളും നീതിയെപ്പറ്റി വർത്തമാനം പറയുന്നുണ്ട്. ഏറ്റവും അധികം മനുഷ്യാവകാശത്തെപ്പറ്റി വർത്തമാനം പറയുന്നത് അമേരിക്കയാണ്.
ഏറ്റവും അധികം നീതിയെപ്പറ്റി വർത്തമാനം പറയുന്നത് അമേരിക്കയാണ്, യൂറോപ്പാണ്, വെള്ളക്കാരാണ്. പക്ഷെ അവർ പറയുന്ന നീതി ആർക്കാണ്? അവർക്ക് തന്നെയുള്ള നീതിയാണ്. വെള്ളക്കാരൻ വെള്ളക്കാരനോട് നീതി കാണിക്കണം എന്നുള്ളതാണ്. അമേരിക്കക്കാരന്റെ മനുഷ്യാവകാശങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കാര്യം വരുമ്പോ അവർക്കൊരിക്കലും നീതിബോധമില്ല. ഇതാണ് അവരുടെ പ്രശ്നം. അവരുടെ നാട്ടിൽ തന്നെ കറുത്ത വർഗത്തിന്റെ പ്രശ്നം വരുമ്പോൾ അവർക്കൊരിക്കലും നീതിബോധമില്ല. എന്നാൽ ഇസ്ലാമിന്റെ നീതി എന്ന് പറയുന്നത് ശത്രുവിനോട് പോലും നീതി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു സമൂഹത്തോടുള്ള വിദ്വേഷവും വെറുപ്പും അവരോട് അനീതി പ്രവർത്തിക്കുവാൻ കാരണമാകരുത്. ഇത് മുശ്രിക്കുകളുടെ കാര്യത്തിൽ പ്രത്യേകം ഖുർആൻ പറഞ്ഞു. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാമി അൻ തഅതദു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിങ്ങളെ മുശ്രിക്കുകൾ തടഞ്ഞിരിക്കുന്നു എന്നുള്ള കാരണത്താൽ അക്രമം കാണിക്കുവാൻ നിങ്ങൾക്ക് പാടുള്ളതല്ല. മുശ്രിക്കുകൾ മസ്ജിദുൽ ഹറാമിലേക്ക് മുസ്ലിങ്ങളെ കയറ്റുന്നില്ല. അങ്ങോട്ട് മുസ്ലിങ്ങളുടെ അവകാശം അവർ ഹനിക്കുന്നു, നിഷേധിക്കുന്നു. ഇതൊക്കെ വളരെ ശരിയാണ്. പക്ഷേ ഇത്ര വലിയ അക്രമം കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും അവരോട് അനീതി കാണിക്കുവാനും അക്രമം കാണിക്കുവാനും അത് നിങ്ങൾക്ക് അവരോടുള്ള വിദ്വേഷം ഒരിക്കലും നിങ്ങൾക്ക് പ്രേരണയാവാതിരിക്കട്ടെ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പുണ്യത്തിന്റെയും തഖ്വയുടെയും കാര്യത്തിൽ പരസ്പരം സഹകരിക്കുക. തിന്മയുടെയും അതുപോലെ തന്നെ ശത്രുതയുടെയും കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും പരസ്പരം സഹകരിക്കരുത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അമുസ്ലിങ്ങളായാൽ പോലും, അവർ അനീതി ചെയ്യുന്നവരായാൽ പോലും, അവർ നിങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയുന്നവരായാൽ പോലും നല്ല കാര്യത്തിൽ നിങ്ങൾക്ക് പരസ്പരം സഹകരിക്കാൻ കഴിയേണ്ടതുണ്ട്. തിന്മയുടെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക തന്നെ അതായിരുന്നു. റസൂൽ മുശ്രിക്കുകളുമായി നല്ല കാര്യങ്ങളിൽ എപ്പോഴും സഹകരിച്ചു. ഒരിക്കലും റസൂൽ അവരെ മാറ്റി നിർത്തിയില്ല. ഹിൽഫുൽ ഫുളൂൽ എന്ന് പറയുന്ന പ്രസിദ്ധമായ കരാറ്, ഒരു അക്രമിക്കെതിരെ മുശ്രിക്കുകളും റസൂലും ഒന്നിച്ചെടുത്ത ഒരു നിലപാടായിരുന്നു അത്. പുറത്തുനിന്ന് വന്ന ഒരു കച്ചവടക്കാരന്റെ സാധനങ്ങൾ, ചരക്കുകൾ മക്കയിലെ ഒരു പ്രമുഖനായ മുശ്രിക്ക് വിലക്കെടുക്കുകയും എന്നിട്ട് അതിന്റെ വില കൊടുക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ആ കച്ചവടക്കാരൻ, പാവപ്പെട്ട കച്ചവടക്കാരൻ, പല മുശ്രിക്കുകളുടെ നേതാക്കളെയും സമീപിച്ചു. ഈ തട്ടിയെടുത്തവൻ ഒരു പ്രമുഖനായതുകൊണ്ട് ആരും ഇടപെടാൻ മെനക്കെട്ടില്ല. അപ്പോൾ ചില മുശ്രിക്കുകൾ, നല്ലവരായ ചില മുശ്രിക്കുകൾ മുന്നോട്ട് വന്നു. പ്രവാചകൻ അവരുടെ കൂടെ കൂടി. അങ്ങനെയാണ് അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ചേർന്നുകൊണ്ട് അവർ സമ്മേളിച്ചുകൊണ്ട് ഒരു കരാറുണ്ടാക്കിയത്. ഈ അക്രമിയിൽ നിന്ന്, ഈ മർദ്ദിതനായ ആക്രമിക്കപ്പെട്ട മനുഷ്യന്റെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങിക്കൊടുക്കും, അക്രമിക്കെതിരെ ഞങ്ങൾ നിലകൊള്ളും എന്നവർ തീരുമാനമെടുത്തു. ഈ കരാറാണ് ഹിൽഫുൽ ഫുളൂൽ എന്നറിയപ്പെടുന്നത്. അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ പ്രവാചകനായ ശേഷം പ്രവാചകൻ പറഞ്ഞത്, ഇപ്പോൾ ഇസ്ലാമിലായിരിക്കെ, പ്രവാചകനായിരിക്കെ ഇങ്ങനെ മുശ്രിക്കുകളും ഉൾപ്പെടെ സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ട്, നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാറിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ഞാൻ തീർച്ചയായും ആ ക്ഷണം സ്വീകരിക്കുന്നതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിന്റെ അർത്ഥം അമുസ്ലിങ്ങളുമായി ചേർന്നുകൊണ്ട് രാജ്യത്ത്, ലോകത്ത് നന്മയുണ്ടാക്കാനും നീതി സ്ഥാപിക്കാനും വേണ്ടിയിട്ട് പ്രവർത്തിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. എല്ലാ നല്ല കാര്യങ്ങളിലും ആരാവട്ടെ ആരുമായിട്ടും നല്ല കാര്യങ്ങളിൽ സഹകരിക്കുക. തിന്മയാണെങ്കിൽ ആരുമായിട്ടും സഹകരിക്കാതിരിക്കുക. നീതി എപ്പോഴും ഉയർത്തിപ്പിടിക്കുക. ശത്രുവിനോട് പോലും നീതി ഉയർത്തിപ്പിടിക്കുക എന്ന സിദ്ധാന്തത്തെയാണ് ഇസ്ലാമും പ്രവാചകനും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ഈ നീതിയെ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരു അമുസ്ലിം പൗരൻ ഒരിക്കലും ആക്രമിക്കപ്പെടുകയുണ്ടായില്ല എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. മൻ ആദാ ദിമ്മിയൻ ഫഖദ് ആദാനി. ഇസ്ലാമിക രാഷ്ട്രത്തിലെ അമുസ്ലിം ന്യൂനപക്ഷത്തിലെ ഒരംഗത്തെ, ഒരു അമുസ്ലിമിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവൻ എന്നെയാണ് ഉപദ്രവിച്ചത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇസ്ലാമിന്റെ പ്രതാപ കാലഘട്ടത്തിൽ അതിന്റെ രാഷ്ട്രങ്ങളിൽ ഒരിക്കൽ പോലും ഒരു അമുസ്ലിം പൗരൻ, ഒരു അമുസ്ലിം പ്രജ ആക്രമിക്കപ്പെട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലുള്ള ആളുകൾ വിദൂര ദിക്കുകളിൽ നിന്ന് വരുന്ന ആളുകളോട് പ്രത്യേകം ചോദിക്കാറുണ്ടായിരുന്നു, നമ്മുടെ രാജ്യത്ത് എവിടെയെങ്ങാനും, ഇസ്ലാമിക ഖിലാഫത്തിൽ എവിടെയെങ്ങാനും ഏതെങ്കിലും അമുസ്ലിം പൗരൻ അനീതി ചെയ്യപ്പെടുന്നുണ്ടോ, ആക്രമിക്കപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ടായിരുന്നു. അവരിൽ നിന്ന് നികുതി ജിസിയ വാങ്ങാറുണ്ടായിരുന്നു.
അവർ കൂടി ഉൾപ്പെട്ട രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. പക്ഷേ അവരെ സംരക്ഷിക്കാൻ, പൗരന്മാരെ സംരക്ഷിക്കാൻ സാധ്യമല്ല എന്ന് തോന്നിയ സന്ദർഭത്തിൽ അവരുടെ ജിസിയ തിരിച്ചു കൊടുത്തതാണ് ഇസ്ലാമിക ചരിത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾക്ക് പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്, അതുകൊണ്ട് നിങ്ങളുടെ നികുതിപ്പണം തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമുസ്ലിങ്ങൾക്ക് അവരുടെ നികുതിപ്പണം തിരിച്ചു കൊടുത്ത ചരിത്രമാണ് ഇസ്ലാമിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അത്രയും ശ്രേഷ്ഠമായ നീതി എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ല ഏത് മതസ്ഥനായാലും എന്ന് ഇസ്ലാം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. പ്രവാചകന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും പെരുമാറ്റം ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. പ്രവാചകൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറിയത്? പ്രവാചകൻ എല്ലാ കാര്യങ്ങളിലും അവരുമായിട്ട് ഇടപെടുകയും അമുസ്ലിങ്ങളുടെ അവർ രോഗിയായിരിക്കുമ്പോൾ അവരെ പ്രവാചകൻ സന്ദർശിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജോലി ചെയ്തു കൊടുത്തിരുന്ന, സേവനം ചെയ്തിരുന്ന ഒരു ജൂത പയ്യനുണ്ടായിരുന്നു. അവൻ രോഗിയായപ്പോൾ പ്രവാചകൻ അവനെ സന്ദർശിച്ചു. അന്യമതസ്ഥരുടെ മയ്യത്ത് കാണുമ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരവ് പ്രകടിപ്പിച്ചു. ഒരു മയ്യത്ത് കണ്ടപ്പോൾ റസൂൽ എഴുന്നേറ്റു. സഹാബത്ത് പറഞ്ഞു, അത് ഒരു ജൂതന്റെ മയ്യത്താണ്. റസൂൽ ചോദിച്ചു, അതൊരു മനുഷ്യനല്ലേ? മയ്യത്ത് എന്ന് പറയുമ്പോൾ മതമല്ല നോക്കുന്നത്, മനുഷ്യൻ എന്ന് പറയുന്ന അടിസ്ഥാനത്തെയാണ് പരിഗണിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അന്യമതസ്ഥരുടെ ഭക്ഷണം പ്രവാചകൻ കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ജൂത സ്ത്രീക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി പ്രവാചകനെ വധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ കഴിഞ്ഞത്. ജൂതസ്ത്രീ വധിക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ്? സാധാരണ പ്രവാചകൻ ജൂതന്മാരുടെയും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രവാചകന്റെ നേരെ ഭക്ഷണത്തിൽ വിഷം കലർത്താൻ ഒരു ജൂതസ്ത്രീ ശ്രമിച്ചത്. അന്യമതസ്ഥരുടെ ഭക്ഷണം പ്രവാചകൻ കഴിക്കാറുണ്ടായിരുന്നു. അന്യമതസ്ഥരുമായിട്ട് പ്രവാചകൻ സാമ്പത്തിക ഇടപാടുകൾ നടത്താറുണ്ടായിരുന്നു. പ്രവാചകൻ സ്വന്തം പടയെങ്കിൽ പണയം വെച്ചത് ഒരു ജൂതന്റെ അടുത്താണ്. ഭക്ഷണത്തിന് കാശ് വാങ്ങാൻ വേണ്ടിയിട്ട് പടയെങ്കിൽ പണയം വെച്ച് ഒരു ജൂതനിൽ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാശ് വാങ്ങിയത്. അപ്പൊ അന്യമതസ്ഥരുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപാടുകൾ നടത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ഇങ്ങനെ ആ സമൂഹത്തിലെ ഒരാളായിട്ട് ജീവിക്കുകയും ആ സമൂഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവരുടെ മേൽ സ്വാധീനം, അവരുടെ സ്വഭാവം കൊണ്ട് സ്വാധീനം ചെലുത്തുകയും ചെയ്തുകൊണ്ടാണ് സഹോദരന്മാരെ ഇസ്ലാം വളർന്നത്. അതൊരിക്കലും ബോംബ് സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് വളർത്താൻ പറ്റിയ ഒരു ദീനല്ല. സംവാദങ്ങൾ നടത്തിക്കൊണ്ടും സമവായങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും മാന്യമായി സാവർത്തിത്വം പുലർത്തിക്കൊണ്ടും പ്രചരിക്കേണ്ട ഒരു ദീനാണിത്. അങ്ങനെയുള്ള ശാന്തമായ ഒരു അന്തരീക്ഷം ലോകത്തുണ്ടായെങ്കിലേ ഈ ദീനിന്റെ പ്രചാരണം സാധ്യമാകൂ എന്നതുകൊണ്ടാണ് എപ്പോഴും നാം ഈ ഒരു സാവർത്തിത്വത്തെപ്പറ്റി അടിവരയിട്ട് പറയുന്നത്. എങ്കിലേ നമുക്ക് ഈ ലോകത്ത് വളരാനും വികസിക്കുവാനും അള്ളാഹുവിന്റെ ദീനിനെ പറ്റി ജനങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ള ചില അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതുകൂടി ഞാൻ സൂചിപ്പിക്കാം. അമുസ്ലിങ്ങളുമായുള്ള ബന്ധത്തിൽ വളരെ വിട്ടുവീഴ്ചാപരമായ നിലപാടുകളാണ് പണ്ഡിതന്മാരെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സെപ്റ്റംബർ 11 ശേഷമുള്ള അവസ്ഥയിൽ പണ്ഡിതന്മാർ കൂടുതൽ ഗവേഷണ പഠനങ്ങൾ നടത്തുകയും ഫിഖ്ഹുൽ അഖല്ലിയ, ന്യൂനപക്ഷത്തിന്റെ കർമ്മശാസ്ത്രം എന്ന ഒരു ഫിഖ്ഹ് വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായ പണ്ഡിത സമിതികൾ ഉണ്ടായിട്ടുണ്ട്. അമുസ്ലിങ്ങളുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഏതറ്റം വരെ പോകാം. അങ്ങനെ അവർ വികസിപ്പിച്ചെടുത്ത കുറെ തത്വങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവരുമായുള്ള ബന്ധത്തിൽ അവർക്ക് സലാം പറയേണ്ടതുണ്ടോ? പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ ഭൂരിപക്ഷം നല്ലൊരു ശതമാനം ജീവിച്ചിരിപ്പുള്ള പണ്ഡിതന്മാർ അവരോട് സലാം പറയണം എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പഴയ പണ്ഡിതന്മാർക്കിടയിൽ. പക്ഷേ അവർ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ സലാം മടക്കണം എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ, പഴയ പണ്ഡിതന്മാർക്കിടയിലും പുതിയ പണ്ഡിതന്മാർക്കിടയിലും ഒരഭിപ്രായ വ്യത്യാസവുമില്ല. പല ആളുകളും പല മുസ്ലിങ്ങളും സലാം പറയാറുണ്ട്, അവർക്ക് സലാം മടക്കാം. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം എഴുതിയത് അത് ഒരു നീതിയുടെ താല്പര്യമാണ് എന്നുള്ളതാണ്. ഫൈദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ, നിങ്ങൾ ആശംസകൾ അർപ്പിക്കപ്പെട്ടാൽ, സലാം പറയപ്പെട്ടാൽ നിങ്ങൾ സലാം മടക്കുക, അതിനേക്കാൾ നല്ല വിധത്തിൽ മടക്കുക എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീതിയുടെ താല്പര്യമാണ് ഒരാൾ സലാം പറഞ്ഞാൽ അത് മടക്കുക എന്നത്. അത് അമുസ്ലിമിനും ബാധകമാണ് എന്ന് മാത്രമല്ല, സഹാബികളുടെ കൂട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂദർദാ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലുള്ളവർ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്
റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ അമുസ്ലിങ്ങൾക്ക് സലാം പറയാം, മുസ്ലിമിന് അങ്ങോട്ട് തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയാം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഈ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മഹാനായ അല്ലാമ റഷീദ് റിള പോലുള്ള, അതുപോലെ തന്നെ അല്ലാമ ഷൻഖീത്തി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് അമുസ്ലിങ്ങളോട് സലാം പറയാം എന്നാണ്. അവരോട് സലാം പറയണം എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ വിശേഷ ദിവസങ്ങളിൽ അവർക്ക് ആശംസകൾ നേരാമോ? യൂറോപ്യൻ മുസ്ലിം ന്യൂനപക്ഷം ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഇത്. പണ്ഡിതന്മാർ ഫത്വ നൽകിയിരിക്കുന്നത് അവരുടെ വിശേഷ ദിവസങ്ങളിൽ അവർക്ക് ആശംസകൾ നേരാം, അവരുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമുസ്ലിങ്ങളായ ആളുകളുടെ രോഗസന്ദർശനം, അവർക്കിടയിൽ മരണമുണ്ടായാൽ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുക പോലുള്ള കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ മുസ്ലിം ന്യൂനപക്ഷം ചെയ്യേണ്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അവരുടെ ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഖുർആൻ വളരെ വ്യക്തമായി വേദക്കാരുടെ കാര്യത്തിൽ അത് പറയുകയുണ്ടായിട്ടുണ്ട്. വതആമുല്ലദീന ഊതുൽ കിതാബ ഹില്ലുൽ ലക്കും, വേദക്കാരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. അതുപോലെ തന്നെ അവരുമായി കച്ചവട ബന്ധങ്ങൾ നിലനിർത്തണം. ഇങ്ങനെ അമുസ്ലിങ്ങളുമായുള്ള സഹവർത്തിത്വത്തിൽ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പുതിയ കാലഘട്ടത്തിൽ അവർക്കിടയിൽ ഈ ന്യൂനപക്ഷങ്ങൾ അവരുടെ ഇൻഇസാല് അല്ല, മൊത്തം സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രവണതയല്ല, പകരം മൊത്തം സമൂഹത്തിൽ ഉൾച്ചേർന്ന് ലയിച്ചു നിൽക്കുന്ന പ്രവണതയാണ് മുസ്ലിം ന്യൂനപക്ഷം പ്രകടിപ്പിക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെ അവർക്കിടയിൽ കഴിയുക, അതേ അവസരം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. പലരും ചെയ്യുന്നത് പോലെ അവരിൽ ഒരാളായി ലയിച്ചു ചേരുക എന്നുള്ളതല്ല. ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കുവാൻ മുസ്ലിം പഠിക്കേണ്ടതുണ്ട്. അവൻ ആൾക്കൂട്ടത്തിൽ തന്നെയാണ്, പക്ഷെ അപ്പോഴും അവന്റേതായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണം. അവൻ ലയിച്ചു ചേരുക തന്നെയാണ്, പക്ഷെ അപ്പോഴും അവന്റെ സ്വന്തമായ വ്യക്തിത്വം, ഒരു ഇസ്ലാമിക വ്യക്തിത്വം അവനുണ്ട്, അതിനെ കാത്തു സംരക്ഷിക്കുവാൻ അവൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരേ അവസരം ഈ രണ്ട് സമീപനങ്ങളെയും സമന്വയിപ്പിക്കുന്ന ഒരു കർമ്മരീതി, ഒരു പ്രവർത്തന രീതി മുസ്ലിം വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ താല്പര്യം. അങ്ങനെ ബഹുസ്വര സമൂഹത്തിൽ നമ്മെ സംബന്ധിച്ച് ന്യൂനപക്ഷമാണ് എങ്കിലും ഈ ന്യൂനപക്ഷത്തെ സംബന്ധിച്ച് ഭൂരിപക്ഷ സമൂഹത്തിന് ഒരു മതിപ്പുണ്ടാവുകയും ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ പ്രവാചക കാലഘട്ടത്തിൽ ഏതുപോലെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, വിവരം കൊണ്ട്, ബുദ്ധിസാമർത്ഥ്യം കൊണ്ട് സ്വാധീനിച്ചുവോ അതേപോലെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ന്യൂനപക്ഷമായി നമ്മുടെ ഇന്ത്യയിലെ 150 മില്യൺ വരുന്ന മുസ്ലിം ന്യൂനപക്ഷം മാറുകയും ചെയ്താൽ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ചിടത്തോളം എന്നല്ല, ലോകത്ത് തന്നെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾക്ക് അത് നാന്ദി കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ക്രിയാത്മകമായി, നിർമ്മാണാത്മകമായി, പോസിറ്റീവായി നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള തത്വങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നാം മനസ്സിലാക്കുകയും നമ്മുടെ നാട്ടിലും കുഗ്രാമത്തിലും നമ്മുടെ അയൽവക്ക ബന്ധങ്ങളിലും നമ്മുടെ കച്ചവട ഇടപാടുകളിലുമൊക്കെ അമുസ്ലിങ്ങളുമായുള്ള നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഈ തത്വങ്ങൾ നാം ബോധപൂർവം ദീക്ഷിക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ യഥാവിധം മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.